തന്റെ മമ്മയുടെ നാവിൽ നിന്ന് കേട്ട വാക്കുകളുടെ ഞെട്ടലിലായിരുന്നു ലീന അപ്പോൾ. കേട്ടതൊന്നും സത്യമാകരുത് എന്നവൾ പ്രാർത്ഥിച്ചു. കുറച്ചുനേരം അവൾ ആ നിലത്ത് തന്നെ ഇരുന്നു. പിന്നെ എന്തോ തീരുമാനിച്ചുകൊണ്ട് അവൾ അമ്മുവിന്റെ അടുത്തേക്ക് ചെന്നു. തോളിൽ ആരുടെ കരസ്പർശമായിട്ടാണ് അമ്മ മുഖമുയർത്തി നോക്കിയത്. തറയിലിരുന്ന് മുട്ടുകളിൽ മുഖമമർത്തി നിശബ്ദമായി കരയുകയായിരുന്നു അമ്മ. തന്നെ നോക്കി കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന ലീനയെ കണ്ടതും എൽസമ്മ പറഞ്ഞൊക്കെ അവൾ കേട്ടു എന്ന് അമ്മുവിന് മനസ്സിലായി. അവളുടെ മുഖത്തേക്ക് നോക്കി അമ്മു വിങ്ങിക്കരഞ്ഞു. ലീന അവളുടെ അടുത്തേക്കിരുന്ന് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയെ തലോടിക്കൊണ്ടിരുന്നു. അവളുടെ മാറോട് ചേർന്നിരിക്കുമ്പോഴും അമ്മുവിന്റെ കരച്ച് ഉച്ചത്തിലായിക്കൊണ്ടിരുന്നു. ആ പെണ്ണിന്റെ ദുർവിധിയോർത്ത് ലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതോടൊപ്പം തന്നെ സ്വന്തം മകനെ പോലും മനസ്സിലാക്കാത്ത തന്റെ മമ്മയോട് അടങ്ങാത്ത ദേഷ്യവും തോന്നി. കുറച്ചു സമയം അവർ അങ്ങനെയിരുന്നു. ശേഷം ലീന അവളെ പിടിച്ചെഴുന്നേപ്പിച്ച് തന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. ലീനയോടൊപ്പം ഒരു പാവയെ പോലെ അവൾ നടന്നു. റൂമിലേക്ക് ചെന്ന് അമ്മുവിനെ ബെഡിലേക്ക് ഇരുത്തിയിട്ട് അവൾക്ക് കുടിക്കാനായി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ലീന കൊടുത്തു. കൈയിലേക്ക് ആ ഗ്ലാസ് വാങ്ങാതെ ഒരിടത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന അവളുടെ ചുണ്ടിലേക്ക് ലീന ആ ഗ്ലാസ് മുട്ടിച്ചു. തല തിരിച്ചു നോക്കിയ അമ്മു നിറക്കണ്ണുകളോടെ വെള്ളവുമായി നിൽക്കുന്ന ലീനയെ കണ്ട് അവളെ തന്നെ നോക്കി നിന്നു. ശേഷം ആ ഗ്ലാസ് വാങ്ങി വെള്ളം കുടിച്ചു. എന്റെ ജീവിതം മാത്രം എന്താ ലീന ഇങ്ങനെയായിപ്പോയത്? സ്നേഹിച്ചവരൊക്കെ എനിക്ക് പാതി വഴി നഷ്ടപ്പെടുകയാണല്ലോ. ഒട്ടൊരു നേരത്തെ നിശബ്ദതയ്ക്കൊടുകെ അമ്മുവിന്റെ ശബ്ദമാണ് എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്ന ലീനയെ ഉണർത്തിയത്. അവൾ അമ്മുവിന്റെ മുഖത്തേക്ക് നോക്കി. തന്നോടാണ് ചോദിച്ചെങ്കിലും അവളുടെ കണ്ണുകൾ മറ്റെവിടേക്കോ ആണ്. അവളുടെ ഈ നിസ്സംഗത ലീനയെ ചെറുതായി ഭയം ഉളവാക്കി. ഒരിക്കൽ കൂടി അമ്മു എന്ന നഷ്ടം ഇച്ചായൻ സഹിക്കില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. അതിന് നിന്നെ വേണ്ട എന്ന് ഇച്ചായൻ പറഞ്ഞില്ലല്ലോ അമ്മു. മമ്മയുടെ അഭിപ്രായമല്ലേ പറഞ്ഞത്. മറ്റെല്ലാവരും നിങ്ങളുടെ മിന്നുകെട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നവരാണെന്ന് നിനക്കറിയില്ലേ? അവൾ അമ്മുവിന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖം തന്റെ നേർക്കാക്കിക്കൊണ്ട് പറഞ്ഞു. സ്വന്തം അമ്മയുടെ സമ്മതമല്ലേ ലീനെ ആദ്യം വാങ്ങേണ്ടത്? അമ്മ അല്ലേ ആദ്യം അനുഗ്രഹിക്കേണ്ടത്? ലീനയുടെ ചോദ്യത്തിനുള്ള മറുപടിയായി അമ്മ പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ലടാ. മമ്മ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ സ്നേഹിക്കും. ഇപ്പൊ മമ്മയ്ക്കുള്ളത് തെറ്റിദ്ധാരണയാണ്. ആ മറ്റേ മോള് കുത്തിവെച്ച വിഷമാണ് മമ്മയുടെ മനസ്സിൽ. അവക്കുള്ളത് ഇച്ചായം കൊടുത്തോളും. നീ അതോർത്ത് വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. ഇതിന്റെ പേര് നീ കല്യാണത്തിൽ നിന്നും പിന്മാറില്ലേ അമ്മു? ഇവിടെ ആർക്കും സഹിക്കാൻ കഴിയില്ലട. അവളൊരു വിഷമത്തോടെ അമ്മുവിനോട് പറഞ്ഞത് ഒരു നിർവികാരതയോടെ അമ്മു അവളെ നോക്കി. നീ ഇച്ചാനോട് ഒന്നും പറയണ്ട. ഇച്ചാനോട് മാത്രമല്ല ആരോടും ഒന്നും പറയണ്ട. കുറച്ചു സമയത്തിന് ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അമ്മ ലീനയോട് പറഞ്ഞതും ലീന അവളെ സംശയത്തോടെ നോക്കി നിന്നു. നീ ഇങ്ങനെ നോക്കണ്ട. ആന്റിയുടെ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാം. ഇച്ചാനോട് പറഞ്ഞ പാവത്തിന് ഒരുപാട് വിഷമമാകും. അതുകൊണ്ടാ പറയണ്ട എന്ന് പറഞ്ഞു. ലീനയുടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ട് അമ്മ പറഞ്ഞു. അവളുടെ മറുപടി ലീനയ്ക്ക് അത്ര വിശ്വാസമായില്ലെങ്കിലും അവൾ ഒന്ന് അമർത്തി മൂളിയതേ ഉള്ളൂ. നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് ഫ്രഷായി വരാം, എന്നിട്ട് നമുക്ക് താഴേക്ക് പോവാം. അതും പറഞ്ഞുകൊണ്ട് ലീനയെ അവിടെ നിർത്തി അമ്മ വാഷ്റൂമിലേക്ക് കയറിപ്പോയി. നിന്റെ മനസ്സിൽ മറ്റെന്തോ ഉണ്ടോ അമ്മു? അതെന്നതാണേലും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ഒരിക്കൽ കൂടി എന്റെ ഇച്ചാന്റെ സങ്കടം കാണാൻ എനിക്ക് പറ്റില്ല. നാളെ കല്യാണം കഴിയുന്നത് വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് ലീന മനസ്സിൽ പറഞ്ഞു. വാഷ്റൂമിലേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്ത അമ്മു അതിൽ ചാരി നിന്ന് പൊട്ടിക്കരഞ്ഞു. ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനായി അവൾ വായ കൊത്തിപ്പിടിച്ചിരുന്നു. തന്റെ വിധിയെ ഓർത്ത് ആ പെണ്ണ് നെഞ്ചുപൊട്ടി കരഞ്ഞു. അമ്മു! വാതിലെ മുട്ടിയുള്ള ലീനയുടെ വിളി കേട്ടതും അവൾ വേഗം വെള്ളം കോരി മുഖത്തേക്ക് ഒഴിച്ചു. ഫ്രഷായി വന്ന അമ്മു ലീനയും കൂട്ടി താഴേക്ക് പോയി. അവൾ സ്റ്റെപ്സ് ഇറങ്ങി ചെന്നത് തന്റെ നേർക്ക് നടന്നു വരുന്ന അലക്സിനെയാണ് കാണുന്നത്. നെഞ്ചിലൊരു കാരമുള്ള തറച്ചു കയറി വേദന തോന്നി അമ്മുവിന്. അവൻ അടുത്തെത്തിയതും ഒരു പുഞ്ചിരിയുടെ മൂടുപടം അണിഞ്ഞ് അവൾ നിന്നു. എവിടെ പോയിരുന്ന രണ്ടുപേരും? അവരുടെ അടുത്തേക്ക് വന്ന അവൻ രണ്ടുപേരോടുമായി ചോദിച്ചു. അത് ഞങ്ങൾ റൂമിലുണ്ടായിരുന്നു. ലീന എന്തോ പറയാനായി വന്നത് അമ്മ പെട്ടെന്ന് പറഞ്ഞു. അമ്മുവിന്റെ മുഖത്തേക്ക് നോക്കിയ അലക്സിന്റെ നെറ്റി ചൊടിഞ്ഞു. എന്നെ പറ്റിയിടോ? തന്റെ മുഖം എന്നതാ വല്ലാണ്ടിരിക്കുന്നത്? താൻ കരഞ്ഞോ? അവളുടെ മുഖം കണ്ട് ഒരു സംശയത്തോടെ അവൻ ചോദിച്ചു. ഒന്നുമില്ല ചായ, ഒരു തലവേദന. കുറെ നേരമായിട്ട് നിൽക്കുമല്ലേ, അതിന്റെയാ. അവന്റെ ചോദ്യത്തിലൊന്ന് പതറിയെങ്കിലും അവൾ പെട്ടെന്ന് പറഞ്ഞു. ആന്നോടാ? എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ടാബ്ലറ്റ് തരാം. അവളുടെ നെറ്റിൽ കൈ ചേർത്ത് വെച്ച് ആകുലതയോടെ ചോദിക്കുന്ന അവനെ കാണുന്തോറും അവളുടെ നെഞ്ചു നേറി. നിറഞ്ഞു വന്ന കണ്ണുകൾ അവൻ കാണാതെ മറച്ചു പിടിച്ചു. വേണ്ട ചായ, ടാബ്ലറ്റ് ഞാൻ കൊടുത്തു. അത് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കാനാ ഞങ്ങൾ മുകളിലേക്ക് പോയത്. അമ്മുവിന്റെ വിഷമം മനസ്സിലാക്കി ലീന മറുപടി കൊടുത്തു. അത് കേട്ടതും അവൻ അമ്മുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് രണ്ട് കൈയും അവളുടെ കവിളിലേക്ക് ചേർത്ത് വെച്ച് അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ നെറുകെ അവൻ ചുണ്ടുകൾ ചേർത്തു. ഇനി വേദന കുറഞ്ഞോളും കേട്ടോ? ഒരു കുസൃതിയോടെ പറയുന്ന അവനെ നോക്കുന്തോറും അവളുടെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു. ചുറ്റുമുള്ള കയ്യടി ശബ്ദമാണ് അവരെ സുബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. മുൻപിലേക്ക് നോക്കിയതും എല്ലാവരും ഒരു ചിരിയോടെ അവരെ നോക്കി കൈയടിക്കുന്നതാണ് കണ്ടത്. ഇന്നൊരു ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാളിയാ, നാളെ തൊട്ട് അവള് നിന്റെ സ്വന്തം തന്നെയാ. ഒരു ചിരിയോടെ പറയുന്ന എബിയെ നോക്കി അവർ ചമ്മലോടെ ചിരിച്ചു കാണിച്ചു. അവിടെ
ഇവിടെ ഒരുപാട് പണി നടക്കുമ്പോ നീ ഇവിടെ ശൃംഗരിച്ചോണ്ട് നിൽക്കുക. ഇവിടെ വാടാ. അതും പറഞ്ഞ് അലക്സിന്റെ കൈ പിടിച്ചുകൊണ്ട് എപ്പി പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് പോകുന്ന അലക്സിനെ നോക്കി പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കിയ അമ്മുവിന്റെ മുഖത്തെ പുഞ്ചിരി നിമിഷ നേരം കൊണ്ട് മാഞ്ഞു. അവൾ മുൻപിലേക്ക് നോക്കിയതും കണ്ണുകളെ തന്നെ ദഹിപ്പിക്കുവാൻ പാകത്തിനുള്ള അഗ്നിയുമായി നിൽക്കുന്ന എൽസമ്മയാണ് കണ്ടത്. അവരുടെ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തിയില്ലാത്തതിന് അവൾ മുഖം കുനിച്ചു നിന്നു. ചിരിച്ചുകൊണ്ട് നിന്ന അമ്മുവിന്റെ മുഖം പെട്ടെന്ന് വാടിയത് കണ്ടാണ് ലീന അവൾ നോക്കിയിടത്തേക്ക് നോക്കിയത്. അമ്മുവിനെ രൂക്ഷമായി നോക്കുന്ന എൽസമ്മയെ കണ്ടതും അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ അമ്മുവിന്റെ കൈ പിടിച്ച് അവിടെ നിന്നും മാറിപ്പോയി. ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് ഫ്രഷായി വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം എൽസമ്മ കേട്ടത്. അവർ വന്ന് ഫോൺ എടുത്തു നോക്കി. നാൻസി കോള്. നാൻസിയുടെ കോളാണെന്ന് കണ്ടത് അവർ പെട്ടെന്ന് പുറത്തേക്കൊന്ന് നോക്കി. മാത്യു ചായൻ ഹാളിലെ സോഫയിലിരുന്ന് മിക്കി ചായനോട് വല്യപ്പച്ചനോട് സംസാരിക്കുവാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവർ ഡോർ ലോക്ക് ചെയ്ത് കോൾ എടുത്തു. ഹലോ, എന്നതാ ആന്റി? ഇന്ന് അവൾ അവിടെ നിന്ന് പോകും, ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആകും. മോൾ അതോർത്തൊന്നും പേടിക്കണ്ട. അവൾ പോയില്ലെങ്കിൽ അവളെ പറഞ്ഞു വിടാനുള്ള വഴി എനിക്കറിയാം. കുറച്ചു കഴിഞ്ഞ് ഞാൻ അവളെ ഒന്നുകൂടി ഒന്ന് കാണുന്നുണ്ട്. ഇന്ന് രാത്രി തന്നെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞേക്കും. ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ. അവർ പറയുന്നത് കേട്ട് അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ശരി ആന്റി, അപ്പൊ നാളെ കാണാം. ബൈ. ശരി മോളെ. അതും പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്തു. ശേഷം എന്തോ ആലോചിച്ച് നിന്ന ശേഷം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഫോൺ കട്ട് ചെയ്തതും നാൻസിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ ഉത്സാഹത്തോടെ അവിടെ വെച്ചിരുന്ന ഒരു ബോക്സ് എടുത്ത് തുറന്നു. അതിലൊരു വൈറ്റ് ഗൗണായിരുന്നു. ഇന്ന് രാത്രി അവൾ അവിടെ നിന്ന് പോകും. നാളെ കല്യാണ പെണ്ണിനെ കാണാനില്ലെന്ന വാർത്ത അറിയുമ്പോൾ എല്ലാവർക്കും വിഷമമാകും. അതിനിടെ അവൾ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് വരുത്തി തീർക്കും. അതോടെ അവൾ ഇത്രയും നാളും കള്ളം പറഞ്ഞതാണെന്ന് എല്ലാവരും വിശ്വസിക്കും. എല്ലാവരും അവളെ വെറുക്കും, അലക്സ് ഉൾപ്പെടെ. ആ സമയം നോക്കി എൽസമ്മ ആന്റി എന്നെ വിവാഹം ചെയ്യാൻ അലക്സിനോട് പറയും. അനാമയുടെ ചതി ഓർത്തും കുടുംബത്തെ മാനക്കേടിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അലക്സിനെ എന്നെ വിവാഹം ചെയ്യാൻ സമ്മതിക്കേണ്ടി വരും. അങ്ങനെ അവൻ എന്നേക്കുമായി എനിക്ക് സ്വന്തമാകും. അതും പറഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് ആ ഗൗൺ എടുത്ത് ദേഹത്തേക്ക് വെച്ചുകൊണ്ട് മിററിന് മുന്നിൽ ചെന്ന് നിന്നു. എന്നെ വേണ്ട എന്ന് പറഞ്ഞ നിന്റെ കൈകൾ കൊണ്ട് തന്നെ എന്റെ കഴുത്ത് മിന്നു കെട്ടിക്കും. എന്നെ ആറപ്പാണെന്ന് പറഞ്ഞ നിന്റെ കൈകൾ കൊണ്ട് തന്നെ എന്നെ തഴുകിക്കും. നീ കാത്തിരിക്കുക അലക്സ്. അവൾ പകയോടെ പറഞ്ഞുകൊണ്ട് മിററിൽ കാണുന്ന തന്റെ പ്രതിബിംബത്തെ നോക്കി ചിരിച്ചു. കട്ടിലെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരിക്കുമായിരുന്നു അമ്മു. ജഗ്ഗിലെ വെള്ളം തീർന്നത് കാരണം കുടിക്കാനായി വെള്ളം എടുക്കാൻ പോയതായിരുന്നു ലീന. ആ സമയത്താണ് എൽസമ്മ അമ്മുവിന്റെ മുറിയിലേക്ക് വന്നത്. കണ്ണുകൾ അടച്ചിരുന്നത് കൊണ്ട് തന്നെ അവർ വന്നത് അവൾ കണ്ടിരുന്നില്ല. അവർ വന്ന് അവളുടെ തോളിൽ ഒരു തട്ടു കൊടുത്തു. പെട്ടെന്നായതുകൊണ്ട് അവൾ ഞെട്ടി കണ്ണു തുറന്നു. മുന്നിൽ നിൽക്കുന്ന എൽസമ്മയെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു. നീ ഇവിടെ ഇരുന്ന് സ്വപ്നം കാണുവാണോ? ഞാൻ പറഞ്ഞതൊന്നും നിന്റെ തലയിലോട്ട് കയറിയില്ലേ? അവളുടെ നിസ്സംഗതയോടെയുള്ള നിൽപ്പ് കണ്ട് എൽസമ്മ കലിയോടെ ചോദിച്ചു. ആന്റി, ഞാൻ. അവരുടെ മുഖം കണ്ട് എന്ത് പറയണമെന്നറിയാതെ അവൾ മുഖം കുനിച്ചു. ദേ, ഞാൻ അവസാനമായിട്ട് പറയുക, നാളെ നേരെ വെളുക്കുമ്പോ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. നീ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. അല്ലെങ്കിൽ തന്നെ നിന്നെപ്പോലുള്ളവന്മാർക്കൊന്നും പുതിയ സ്ഥലം കണ്ടെത്താൻ വലിയ പാടൊന്നുമില്ലല്ലോ. ഒന്ന് കരഞ്ഞു കാണിച്ച് ഇതുപോലെ വല്ല കള്ളക്കഥയും പറഞ്ഞാ പോലെ. കാണാൻ കൊള്ളാവുന്ന കാശുള്ള വീട്ടിലെ ആമ്പിളേരാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അവനെ വളച്ചങ്ങ് കൂടാലോ. വളർത്തു ദോഷം എന്നതാണേലും അത് ഇവിടെ വേണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. അവരുടെ നാവിൽ നിന്നും ഇത്രയും തരം താഴ്ന്ന സംസാരം കേട്ടത് അവൾക്ക് വിഷമം സഹിക്കാൻ കഴിഞ്ഞില്ല. ആന്റി പേടിക്കണ്ട, നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അവരുടെ നാവിൽ നിന്നും ഇനിയൊന്നും കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് അവൾ അവരോടായി പറഞ്ഞു. അതിനൊന്ന് അമർത്തി മുളയിട്ട് അവർ കയ്യിലിരുന്ന നോട്ടുകെട്ട് അവളുടെ നേർക്ക് നീട്ടി. ദാ, ഈ പണം നീ എടുത്തു. ഇനി അതില്ലെന്ന് പറഞ്ഞ് ഇവിടെ കടിച്ചു തൂങ്ങാൻ നിൽക്കണ്ട. അതും പറഞ്ഞുകൊണ്ട് അവരവളുടെ കയ്യിൽ ആ നോട്ടുകെട്ടെടുത്ത് വെച്ചു കൊടുത്തു. അതിലേക്കൊന്ന് നോക്കിയിട്ട് അവൾ നിർവികാരതയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. പറഞ്ഞത് മറക്കണ്ട, നാളെ നേരം വെളുക്കുമ്പോൾ ഇവിടെ കാണരുത്. പിന്നെ നീ പോയ വിവരം നേരം വെളുത്തതിന് ശേഷമേ ഇവിടെ ഉള്ളവർ അറിയാൻ പാടുള്ളൂ. അതും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയതും വെള്ളമായി അകത്തേക്ക് കയറി വന്ന ലീനയെ ഒന്ന് തട്ടി. മമ്മി എന്നതാ ഇവിടെ? പെട്ടെന്ന് അവരെ കണ്ടത് ലീന ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ അവരോട് ചോദിച്ചു. അത് ഞാൻ എന്റെ മരുമോളെ ഒന്ന് കാണാൻ വന്നതാ, അല്ലേ മോളെ? ഒന്ന് പതറിയെങ്കിലും അവർ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മുവിനെ നോക്കി. പെട്ടെന്ന് ലീനയുടെ ശബ്ദം കേട്ടതും അവർ കൊടുത്ത പണം ലീന കാണാതെ പില്ലോക്കടിയിലേക്ക് വെക്കുന്നതിനിടയിലാണ് അവൾ എൽസമ്മ പറഞ്ഞ് കേട്ടത്. അതിനവൾ അവരെ ഒന്ന് ചിരിച്ചു കാണിച്ചു. അവളെ ഒന്നുകൂടി നോക്കിയ ശേഷം തന്നെ സംശയത്തോടെ നോക്കുന്ന ലീനയെ മറികടന്ന് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മമ്മി എന്നാത്തിനാ വന്നേ? എന്നതാ നിന്നോട് പറഞ്ഞേ? അവർ പോയി കഴിഞ്ഞതും വാതിൽ ലോക്ക് ചെയ്തുകൊണ്ട് ലീന അമ്മോന്റെ അടുത്തേക്ക് വന്ന് ടേബിളിലേക്ക് ജഗ്ഗും വെള്ളവും വെച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, എന്നെ ഒന്ന് കാണാൻ വന്നതാ. അവളുടെ ചോദ്യത്തിന് ഒരു പതർച്ചയോടെയാണ് അമ്മ മറുപടി കൊടുത്തത്. അവൾ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായതും അവളോട് എന്തോ പറയാനായി ലീന അടുത്തേക്ക് വന്നപ്പോഴാണ് പില്ലയുടെ അടിയിലായി തിരികെ കയറ്റി വെച്ച നോട്ടുകെട്ടിന്റെ കുറച്ചു ഭാഗം അവൾ കാണുന്നത്. അവൾ പെട്ടെന്ന് തന്നെ അതെടുത്ത് അമ്മുവിന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി.
ലീനയിൽ നിന്നും ഇനി ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായത് അവളെല്ലാം അവളോട് പറഞ്ഞു. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇപ്പൊ തന്നെ ഇച്ചായനോട് പറയണം. അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ലീനെ അമ്മ തടഞ്ഞു നിർത്തി. വേണ്ടടാ, ഇപ്പൊ ഒന്നും പറയില്ലേ, ഇച്ചായനത് സഹിക്കാൻ കഴിയില്ല. മാത്രമല്ല ആന്റിക്ക് എന്നോടുള്ള ദേഷ്യം കൂടുകയേ ഉള്ളൂ. പിന്നെ മമ്മി പറഞ്ഞതുപോലെ ഇവിടെ നിറങ്ങി പോവാൻ പോവാണോ നീ? അവൾ ദേഷ്യത്തോടെ അമ്മുവിനോട് ചോദിച്ചതും അവൾ ദയനീയമായി അവളെ ഒന്ന് നോക്കി. നമുക്ക് ആന്റിയെ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അവളുടെ ദേഷ്യം കണ്ടതും പെട്ടെന്ന് അമ്മ അവളോടായി പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല, എന്നതാന്ന് വെച്ചാ ചെയ്യും. പക്ഷെ നാളെ നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ കല്യാണം നടന്നിരിക്കണം. അതും പറഞ്ഞുകൊണ്ട് അവൾ കട്ടിലേക്ക് കയറി കിടന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മറു സൈഡിൽ അമ്മുവും കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്ത ലീന അമ്മുവിനെ ചുറ്റിപ്പിടിച്ചു. എങ്ങോട്ടും വിടില്ല എന്നതുപോലെ. അപ്പോഴും അമ്മുവിന്റെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ ഒഴുകിയിറങ്ങുകയായിരുന്നു. മുറിയിലൂടെ മെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അലക്സ്. അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം അമ്മുവിനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അതാണ് കാരണം. അവന്റെ അവസ്ഥ കണ്ട് കട്ടിലേക്ക് കിടന്ന് ചിരിച്ചു മറിയുകയാണ് എബി. എന്നാത്തിനാണ് കോപ്പ ഇങ്ങനെ കിടന്ന് കിടക്കുന്നത്? ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ നിൽക്കുന്നു? സാഹി കേട്ട അവസാനം അലക്സ് അവനോട് ചോദിച്ചു. നിന്റെ അവസ്ഥ കണ്ട് ചിരിച്ചു പോയതാ. നാളെ അവളെ നിന്റെ കയ്യിൽ തന്നെ കിട്ടും. എന്നിട്ടും ദേ ഇവിടെ പെരുകിനെ പോലെ കിടന്ന് നടക്കുന്നത് കാണുമ്പോൾ ചിരിക്കാതെ പിന്നെ എന്നാ ചെയ്യേണ്ടത്? നാളെ അവൾ എന്റെ ഭാര്യയാണ്, ഇന്ന് അവളെന്റെ കാമുകി. അപ്പൊ എന്റെ കാമുകിയെ എനിക്ക് ഇന്നുകൂടെ അല്ലേ കാണാൻ കഴിയൂ? എബി ചോദിച്ചതിന് മറുപടിയായി അലക്സ് പറഞ്ഞു. അലക്സിന്റെ മറുപടി കേട്ടതും എബി വായും തുറന്നിരുന്നു പോയി. അപ്പോഴാണ് അലക്സിന്റെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. അവൻ ഫോൺ എടുത്ത് നോക്കിയത് മിക്കിയപ്പയായിരുന്നു. പുള്ളി കല്യാണത്തിന്റെ ഒരുക്കങ്ങൾക്കായി പള്ളിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. അയാളെ തിരികെ വിളിച്ചുകൊണ്ട് വരാനാണ് ഇപ്പൊ വിളിച്ചത്. ദാ വരുന്നോപ്പാ. ഫോൺ എടുത്ത് അത്രയും പറഞ്ഞുകൊണ്ട് എബിയോട് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. രാത്രിയിൽ അമ്മുവിന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു. അവൾ തിരിഞ്ഞ് ലീനയെ ഒന്ന് നോക്കി. ഒരുപാട് സമയം ഉറങ്ങാതെ തനിക്ക് കാവലിരുന്നു. പിന്നീട് എപ്പോഴോ ഉറങ്ങിപ്പോയതാണ്. പാവം, അവൾ മനസ്സിൽ പറഞ്ഞു. അവൾ അഴിഞ്ഞു കിടന്ന ലീനയുടെ മുടി ഒതുക്കി വെച്ചു. ശേഷം അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു. മിസ് യു ഡിയർ. അതും പറഞ്ഞുകൊണ്ട് അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. പതിയെ ശബ്ദം ഉണ്ടാക്കാതെ അവൾ റൂം തുറന്ന് പുറത്തേക്കിറങ്ങി. അലക്സിന്റെ റൂമിന് മുന്നിൽ ചെന്ന് അവൾ ഒരു നിമിഷം നിന്നു. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ചതും അത് തുറന്നു വന്നു. അകത്തേക്ക് കയറി കട്ടിലിലേക്ക് നോക്കിയതും അവിടെ എബിയെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അലക്സിനെ അവിടെ കാണാത്തതുകൊണ്ട് അവൾ ബാൽക്കണിയിലും വാഷ്റൂമിലും ഒക്കെ നോക്കി നിരാശയോടെ പുറത്തേക്ക് ഇറങ്ങി. ഇതേ സമയം മിക്കിയപ്പയും കൂട്ടി തിരികെ വന്ന അലക്സ് അയാളെ റൂമിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മുകളിലേക്ക് കയറിയപ്പോഴാണ് തന്റെ മുറിയിൽ നിന്ന് നിരാശയോടെ ഇറങ്ങിപ്പോകുന്ന അമ്മുവിനെ കണ്ടത്. തന്നെ കാണാൻ കഴിയാത്തതിനാലാണ് അവളുടെ മുഖത്ത് ആ നിരാശ ഉണ്ടായതെന്ന് മനസ്സിലായതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവൻ അവളുടെ പിന്നാലെ ചെന്ന് അവൾ ടെറസിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായതും അവനും ഒരു പുഞ്ചിരിയോടെ അവളുടെ പുറകെ ചെന്നു. ടെറസിൽ ചെന്ന് മതിലിനോട് ചേർന്ന് ആകാശത്തേക്ക് നോക്കി നിന്നതും അവളുടെ കണ്ണിൽ നിന്നും വീണ്ടും കണ്ണുനീർ ഒഴുകിയിറങ്ങി. വയ്യ, ഇനി ഈ വേദന താങ്ങാൻ വയ്യ. ആർക്കും ഒരു ശല്യമാക്കാതെ ഈ നശിച്ച ജന്മ ഇങ്ങനെ അങ്ങ് തീർന്നോട്ടെ, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ മതിലിന്റെ മുകളിലേക്ക് കയറി. കുറച്ചു പുറകിലായി ചുവരെ ചാരി നിന്ന് അവളെ നോക്കിക്കൊണ്ട് നിന്ന അലക്സിന്റെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. താഴേക്ക് ചാടാനായി മുന്നിലേക്ക് ആയുമ്പോഴാണ് തന്റെ കയ്യിൽ ആരോ പിടിച്ചതായി അമ്മുവിന് തോന്നിയത്. ഒരു ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കിയതും കണ്ണിൽ അഗ്നിയുമായി നിൽക്കുന്ന അലക്സിനെയാണ് കണ്ടത്. തന്റെ മിഴിയിലേക്ക് തീക്ഷ്ണതയോടെ നോക്കി നിൽക്കുന്ന അവന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ഭയം തോന്നി. അവൾ പേടിയോടെ അവനെ നോക്കിയതും അവളുടെ കൈയിൽ പിടിച്ചു വലിച്ച് അവളെ താഴേക്ക് ഇറക്കി. വലിച്ച് താഴേക്ക് ഇറക്കുന്നതോടൊപ്പം തന്നെ അവളുടെ കരണത്ത് അവന്റെ കൈ ആഞ്ഞു വീശി. ഇടത് കവിളിൽ കൈ ചേർത്തുകൊണ്ട് അവൾ അലക്സിന്റെ മുഖത്തേക്ക് കണ്ണീരോടെ നോക്കി നിന്നു. അവന്റെ കണ്ണുകളിലെ തീക്ഷ്ണതയേറിയ നോട്ടത്തിൽ പതറി അവൾ തലകുനിച്ചു നിന്നു. മുഖത്തേക്ക് നോക്കടി. തലകുനിച്ച് നിൽക്കുന്ന അമ്മുവിന്റെ നേർക്ക് അവൻ അലറിയതും അവൾ പേടിയുടെ പിന്നിലേക്ക് ആഞ്ഞു. ലീന പറഞ്ഞ് അവന്റെ ദേഷ്യത്തെക്കുറിച്ച് അറിയാമെങ്കിലും ഇതുവരെ നേരിട്ട് കാണാത്തതുകൊണ്ട് അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാതെ ഭയം തോന്നിയിരുന്നു. അവൾ കുനിഞ്ഞു നിന്ന് കണ്ണുനീർ വാർത്തുകൊണ്ടിരുന്നു. അവളുടെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായെങ്കിലും ഒരു നിമിഷം താൻ വരാൻ വൈകിയിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന അപകടം ഓർത്തതും അവൻ ദേഷ്യത്തോടെ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ആക്രോശിച്ചു. എന്നത്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയെ? ചത്തു കളയാനും മാത്രം എന്ന് മലമറിക്കുന്ന പ്രശ്നമായിരുന്നടി പന്ന മോളെ നിനക്കിവിടെ, പറയടി. പെട്ടെന്ന് അലക്സ് അവളുടെ നേരെ ദേഷ്യത്തോടെ ആക്രോശിച്ചതും അവൾ പേടികൊണ്ട് കണ്ണുകൾ ഇറുകെ അടച്ചു. ലുക്ക് അറ്റ് മീ അമ്മു. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചിരിക്കുന്നത് കണ്ട് അവൻ വീണ്ടും അവളുടെ നേർക്ക് അലറിക്കൊണ്ട് പറഞ്ഞു. അവന്റെ അലർച്ച കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. ആദ്യമായി കാണുന്ന അവന്റെ മറ്റൊരു ഭാവം അവളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു.
അതുപോലെ തന്നെ താൻ ചെയ്യാൻ പോയ അബദ്ധം അവനെ അത്രമാത്രം വേദനിപ്പിച്ചു എന്ന കുറ്റബോധവും എല്ലാം അവളെ ആകെക്കൊണ്ട് തളർത്തി. അവൾ ഒരു ആശ്രയത്തിനായി അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അവളുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഇല്ല എന്ന് കണ്ടതും അവന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. നിന്നോടാ ചോദിച്ചതാമോ? ആൻസർ മീ. അവൻ അവളുടെ തോളി പിടിച്ച് കുലുക്കിക്കൊണ്ട് ഉറക്കെ ചോദിച്ചതും അവൾ പേടികൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു. അപ്പോഴേക്കും അവന്റെ അലർച്ച കേട്ട് എല്ലാവരും അവിടേക്ക് വന്നിരുന്നു.